ഈ ഓ കണക്ട് പുതിയ ഓ കണക്ട് വേർഷൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇന്നലെ തന്നെ ഒരു ട്രയൽ എടുത്തതിന്റെ വീഡിയോ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് കുറച്ച് സമയമുള്ളൂ, എങ്കിലും വീഡിയോ ക്ലാരിറ്റി ഒക്കെ തന്നെ വളരെ ഭംഗിയാണ്, നന്നായിട്ടിരിക്കുന്നു. എനിവേ, വൺസ് അഗൈൻ താങ്ക്സ് ടു ടെക് ടീം ഓൺ പാസീവ് ആൻഡ് അവർ റെസ്പെക്ടഡ് സിഇഒ ആഷ് മുഫാറ. ഒരിക്കൽ കൂടി നാം നമിക്കുന്നു. കാരണം നമ്മളെ കുറച്ച് സമയം നമ്മൾ വൈകിയെങ്കിലും അദ്ദേഹം തരുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെ, ആ ടൂളിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തെ എന്താണ് നമ്പർ 1, നമ്മൾ എപ്പോഴും പറയുമല്ലോ, വി ആർ അറ്റ് ദ ടോപ്പ്. ഓക്കെ, യാതൊരു സംശയമില്ല, നോ ഡൗട്ട്, സ്റ്റിൽ വി ആർ അറ്റ് ദ ടോപ്പ്. നമ്മൾ ഇപ്പോഴും ആ ടോപ്പിൽ തന്നെയാണ്. ഓക്കെ, എനിവേ താങ്ക് യു. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു വരുന്നത്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ നമ്മുടെ മീറ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിയാണ്. വി ആർ ബേസ്ഡ് ഓൺ ടെക്നോളജി. ടെക്നോളജി ബേസിലാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നേരത്തെ എടുത്തിരുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വിത്ത് AI ആയിരുന്നു. ഇപ്പോൾ തൽക്കാലം AI ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് നമുക്ക് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ബ്ലോക്ക് ചെയിൻ. ഇന്ന് നമുക്കറിയാം, യഥാർത്ഥ ലോകം, ഇന്നത്തെ ഈ സമൂഹം എന്താണ്, നമ്മള് അതായത് ടെക്നിക്കലായിട്ട്, അല്ലെ, സാങ്കേതികം വളരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നമ്മള് ഈ ബ്ലോക്ക് ചെയിൻ വഴി, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന് ഏതെല്ലാം മേഖലകളില് അതായത് നമ്മളുടെ ഓൺ പാസീവ് കമ്പനിയെ ബന്ധപ്പെടുത്തുമ്പോൾ, ദാറ്റ് മീൻസ് എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലസ് മെഷീൻ ലേണിംഗ് പ്ലസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇവയെല്ലാം കൂടി എന്താണ് കമ്പൈൻ ആണ് ടോട്ടലി നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെ, നമ്മുടെ കമ്പനി തന്നെ. അപ്പൊ അതില് ബ്ലോക്ക് ചെയിൻ എന്താണ് ഇവിടുത്തെ റോള്, ആ ബ്ലോക്ക് ചെയിന്റെ റോളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം എടുത്തത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു സപ്ലൈ ചെയിൻ പറഞ്ഞിരുന്നു. അപ്പൊ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വിതരണ ശൃംഖല മേഖല, അല്ലെ, ക്ലയന്റുകളെ അല്ലെ വിതരണക്കാരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രീതിക്ക് നമുക്ക് ഈ സപ്ലൈ ചെയിൻ എന്നൊക്കെ പറയാം. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അത് ഞാൻ എടുത്തപ്പോഴെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് വരുമ്പോൾ ഒരു 4-5 പോയിന്റ്സോളം വരുന്നുണ്ട്. ആ 5 പോയിന്റ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതിൽ നമ്മൾ ആദ്യം എടുത്തത് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഒന്ന് അതിലെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ അറിയേണ്ടതുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സപ്ലൈ ചെയിൻ ആയിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അതിന്റെ സെക്കൻഡ് ഏതെല്ലാം മേഖലയിൽ, അത് ഫസ്റ്റ് പറഞ്ഞു സപ്ലൈ ചെയിൻ നമുക്കറിയാം, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ, അല്ലെ, വിതരണ ശൃംഖല മേഖലയെ ട്രാക്ക് ചെയ്യാനൊക്കെ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി അടുത്തത് രണ്ടാമത് പറയുന്നത്, അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത്. ഞാൻ 5 പോയിന്റ്സ് ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ സെക്കൻഡ് ടോപ്പിക് അല്ലെ പോയിന്റ്സ് എന്ന് പറയുന്നത്, അതായത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. അപ്പൊ നമുക്കറിയാം, ഐഡന്റിഫിക്കേഷൻ അറിയാം, നമ്മളെല്ലാം ഐഡന്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്തിട്ടുള്ളവരാണ്, അല്ലെ, ഐഡന്റിഫിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളവരാണ്. എവിടെയാണെങ്കിലും നമ്മൾ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഷോ യുവർ ഐഡന്റിറ്റി എന്ന് പറയാറുണ്ട്, അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ഈ ഐഡന്റിഫിക്കേഷൻ, ഇവിടെ ബ്ലോക്ക് ചെയിൻ എന്ത് പ്രസക്തി, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ, ഇവിടുത്തെ നമ്മുടെ സെക്കൻഡ് പോയിന്റ് ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. അതായത് ഇവിടെ അംഗീകാരവും തിരിച്ചറിയലും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുക. നമുക്കറിയാം, നമ്മൾ ഇന്റർനാഷണൽ ഒക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഐഡന്റിറ്റി മസ്റ്റ് ആണ്, എവിടെയാണെങ്കിലും നമുക്കറിയാം. അപ്പം ഈ ബ്ലോക്ക് ചെയിൻ ഇതിന് എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു, അതായത് ഐഡന്റിഫിക്കേഷനും അതിന്റെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയിൻ എന്താണ് പ്രസക്തി, അതേക്കുറിച്ചാണ് ഇവിടെ നമ്മുടെ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അതായത് ഇവിടെ സെക്കൻഡ് പോയിന്റ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ, തിരിച്ചറിയലും അംഗീകാരവും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതായത് ഒരുപക്ഷെ നമ്മളിപ്പോൾ വരാൻ പോകുന്ന വെരിഫൈ ഒക്കെ ഒരുപക്ഷെ ഇതിനെ റിലേറ്റഡ് ആയിരിക്കാം. നമുക്ക് നോക്കാം. ഐഡന്റിറ്റി ആൻഡ് ഓതറൈസേഷൻ ആർ ടു ക്രൂസിയൽ അക്സെപ്റ്റ് ഓഫ് അവർ സൊസൈറ്റി ദാറ്റ് ക്യാൻ ബി എൻഹാൻസ്ഡ് വിത്ത് ബ്ലോക്ക് ചെയിൻ ടെക് ആ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇന്ന് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മെച്ചപ്പെടുത്താൻ കഴിയുന്ന നമ്മുടെ സമൂഹത്തിലെ നിർണായകമായ 2 വശങ്ങളാണ് ഐഡന്റിറ്റി, അംഗീകാരവും. ഒരിക്കൽ കൂടി പറയാം, അതായത് ഏത് വിദ്യ ഉപയോഗിച്ചിട്ട്, ഏത് സാങ്കേതിക വിദ്യയാണ്, ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് മെച്ചപ്പെടുത്താൻ കഴിയുന്ന, അല്ലെ, നമ്മുടെ സമൂഹത്തിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്ന 2
വശങ്ങളാണ്. ഒന്ന് ഐഡന്റിറ്റിയും അതിന്റെ അംഗീകാരവും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഐഡന്റിറ്റി ആൻഡ് authorization are two crucial aspects of our society that can be enhanced with blockchain technology. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് നമ്മളെ തിരിച്ചറിയാനും അംഗീകരിക്കാനുമുള്ള ടെക്നോളജി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് നോക്കാം. എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ സമൂഹത്തിലെ ഇതര വ്യക്തികളെ അവരുടെ ഐഡന്റിറ്റിയും അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അംഗീകാരവും സമൂഹത്തില് അവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ അംഗീകരിക്കാൻ കഴിയുന്ന രണ്ട് പ്രവർത്തന മേഖലയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ബ്ലോക്ക് ചെയിൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, we all are aware of the importance of identity verification. It is a vital for many items, including credit and banks. However, the method used to verify identity generally fail because they sometimes function differently than they should or authenticate identities in the way of blockchain might. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇവിടെ രണ്ട് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒന്ന് ഐഡന്റിഫിക്കേഷനും അത് അംഗീകാരവുമാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു കാര്യം ഇവിടെ അല്ലെങ്കിൽ രണ്ടു കൂട്ടം കാര്യങ്ങളോട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഐഡന്റിറ്റി വെരിഫിക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. കൂടാതെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ക്രെഡിറ്റ് ബാങ്കുകളെ അതുപോലെയുള്ള നിരവധി ഇനങ്ങൾക്ക് ഇന്ന് ഐഡന്റിറ്റി ക്രെഡിറ്റ് ബാങ്കിൽ മാത്രമല്ല നിരവധി മേഖലയിലേക്ക് ഐഡന്റിറ്റി ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ക്രെഡിറ്റ് ബാങ്കുകൾ ഉൾപ്പെടെ നിരവധി ഇനങ്ങൾക്ക് ഇത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഐഡന്റിറ്റിയും അത് സ്ഥിരീകരിക്കലും. ഇവ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ രീതിയെ സാധാരണ രീതിയിൽ എന്തായിരിക്കും, എത്ര ചെയ്താലും ഇതൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, ക്ലിയർ ഐഡന്റിറ്റി ഒന്നും കിട്ടുന്നില്ല. ഇതിനു മുൻപ് നമ്മൾ മറ്റേ രീതിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് പരാജയപ്പെട്ടിരുന്നു. ചിലപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ സാധ്യമായ രീതിയിൽ ഐഡന്റിറ്റി ഇവിടെ പ്രമാണീകരിക്കുന്നു, അല്ലെ ഇവിടെ ഡോക്യുമെന്റേഷൻ നടത്തുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ ഒരു ഐഡന്റിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലി ശരിയായ രീതിയിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തിയുടെ ഡാറ്റ സ്കീപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത് യൂസ് ചെയ്യുന്നു. അതിനാണ് ഇവിടെ പ്രധാന പങ്ക് വഹിക്കുന്നത്. നമുക്കിപ്പോൾ ഇത്രയും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതായിരിക്കും, ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ സമൂഹത്തിലെ നിർണായകമായ രണ്ട് ഘട്ടങ്ങൾ ഇവിടെ നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നു. എന്താണ്? അംഗീകാരവും അല്ലെങ്കിൽ ആളിനെ തിരിച്ചറിയലും അംഗീകാരവും. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ഐഡന്റിറ്റി ആൻഡ് പറഞ്ഞിരിക്കുന്നതാണ് ഓതറൈസേഷൻ. ഈ രണ്ട് കാര്യങ്ങളിൽ പ്രധാന പങ്ക് ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതാണ് കാരണം ഇതിപ്പോ നമ്മുടെ ഒരു IT മേഖലയിൽപ്പെട്ട കമ്പനിയാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, AI+ ബ്ലോക്ക് ചെയിൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു. നമുക്കറിയാം, നാം കാത്തിരിക്കുന്ന വെരിഫൈ നമുക്കറിയാം, KYC അതൊക്കെ വരുമ്പോൾ എന്തായിരിക്കും, ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൂടിയായിരിക്കും ഈ വെരിഫൈ. കാരണം വെറും ഒന്നോ രണ്ടോ മിനിറ്റുള്ളിൽ തീരുന്ന കാര്യമാണ് ആ പ്രോസസ്. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും നഷ്ടം വരാത്ത രീതിയിൽ അതിൽ എന്തായിരിക്കും, കൃത്യമായി ആ ഐഡന്റിഫിക്കേഷൻ പ്രോസസ് അത് ചെയ്യുകയും ലാസ്റ്റിൽ അത് അംഗീകരിക്കാൻ വേണ്ടിയിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് റിസൾട്ട് എന്തായിരിക്കും, ദാറ്റ്സ് അപ്രൂവ്ഡ്. അത് അംഗീകരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബാങ്കുകളൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രെഡിറ്റ് ബാങ്കുകള് അങ്ങനെ നിരവധി മേഖലയില് എന്തായിരിക്കും, പഴയ കാലത്ത് എന്താ സാറിന് ചെയ്യാറുള്ളത്, ഒരു ആപ്ലിക്കേഷൻ മേടിക്കും, ഇതെല്ലാം ഫില്ല് ചെയ്ത് വയ്ക്കും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ പറയും ഒരു ഫോട്ടോ കൊണ്ടുവരാൻ പറയും, നമ്മൾ പാസ്പോർട്ട് സൈസിന്റെ ഫോട്ടോ കൊണ്ടു കൊടുക്കും, അത് നമ്മുടെ കോളത്തിന്റെ അല്ല നമ്മുടെ പേപ്പറിന്റെ ഡോക്യുമെന്റ് റൈറ്റ് സൈഡ് ടോപ്പില് ഒന്ന് ഒട്ടിച്ചു വെക്കും, മാനേജർ സൈൻ ചെയ്യും, ചിലപ്പോൾ നമ്മളൊന്ന് സൈൻ ചെയ്യും, എന്നിട്ട് പറയും നിങ്ങളെ
അതാ നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരാൻ പറയും. കാരണം എന്താണ്, ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡോക്യുമെന്റേഷന് ഒരു നേരത്തെ ആ ബാങ്കിൽ ആർക്കെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതേ ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ ഒരു വിറ്റ്നസ്സോ കാര്യങ്ങളായിട്ടൊക്കെ പറയും. ഇന്ന് അങ്ങനെയുള്ള വിറ്റ്നസിന്റെ കാലഘട്ടമൊക്കെ മാറിപ്പോയി. ഇന്നിപ്പോ എന്തായിരിക്കും, ഒരു വ്യക്തിയെ ടോട്ടലി എന്താണ് ആ വെരിഫൈ ചെയ്യാനും അത് എന്തായിരിക്കുന്നത് ഒതന്റിക്കേറ്റ് ചെയ്യാനുള്ള ഇന്നത്തെ ടെക്നോളജി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം പണ്ടൊക്കെ എന്തായിരിക്കും, ബാങ്കിൽ അക്കൗണ്ട് ഒക്കെ എടുക്കണ പറയും നിങ്ങളെ ഒന്ന് അവിടെ പരിചയപ്പെടുത്തണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവിടെ അക്കൗണ്ട് ഉള്ള മുൻകാലത്തില് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തി കുറഞ്ഞ ഇത്ര വർഷമെങ്കിലും ആയിട്ട് ശരിയായ രീതിയിൽ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുന്ന ആര് അതിനെ കൊണ്ടൊന്ന് ഒപ്പിടിക്കണം, ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള കാലം ഒക്കെ മാറി. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ഡിജിറ്റൽ ലൈഫിൽ ഡിജിറ്റൽ ടെക്നോളജിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളപ്പോൾ എന്തായിരിക്കും, ആരുടെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. അതിലൊരു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ പ്രോസസ്. ഏത് പ്രോസസ്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലെ പറഞ്ഞിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ ഓതറൈസേഷൻ ഇവിടെ ഫലപ്രദമായ രീതിയിൽ ഒരിക്കലും അത് ചെയ്തു കഴിഞ്ഞാൽ വൺസ് ഇറ്റ് ഇസ് ഓവർ അല്ലെ, ഒരിക്കലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു മേഖലയിൽ കൂടിയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സിഒ പറയുന്നത് എന്താണ്, നമ്മുടെ കമ്പനി റിയൽ കമ്പനി. പക്ഷെ നമ്മളോട് ബിസിനസ് ചെയ്യുന്നവരും നമ്മളെ ഫൗണ്ടേഴ്സ് ആയാലും ഈവൻ അഫിലിയേറ്റ്സ് ആയാലും ഈവൻ യൂസർ ആണെങ്കിലും എന്തായിരിക്കും, റിയൽ ആയിരിക്കണം. ആ റിയാലിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വെരിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെരിഫൈ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇവർ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടാണ്. കാരണം അതിലൂടെയാണ് ഈ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ടൂള് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അപ്പോൾ ഇന്നത്തെ നമുക്കറിയാം, നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ആധാർ മറ്റു കാര്യങ്ങൾ ഇവിടെ തന്നെ ബയോമെട്രിക് എടുക്കുന്നത് കുവൈറ്റിലെ സംബന്ധിച്ചിരുമ്പോൾ ഈ അടുത്ത സമയത്തും ഞങ്ങളൊക്കെ വന്നിട്ട് 14 വർഷമായി. വീണ്ടും അന്നൊക്കെ അവർ മാനുവലായിട്ട് ചെയ്തിരുന്നായിരുന്നു. കാര്യം ആദ്യമേ വരുമ്പോൾ നമ്മള് ഫിംഗേഴ്സ് ഇതിൽ എന്താണ് ഇങ്കില് ടച്ച് ചെയ്തിട്ട് പേപ്പറിൽ ചെയ്യുമായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പോഴവര് കുറച്ചുകൂടെ ഇന്നത്തെ ടെക്നോളജിയിലേക്ക് മാറി എല്ലാം ബയോമെട്രിക് എന്ന് പറഞ്ഞ സംവിധാനം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ അടുത്ത സമയത്ത് ചെയ്തു. അപ്പൊ അതൊക്കെ വളരെ ഫാസ്റ്റായി. കാരണം ഈ മാനുവലി പേപ്പറൊക്കെ തങ്ങിയെടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഡിജിറ്റൽ മീൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതുപോലെയുള്ള ടെക്നോളജിയിലേക്ക് അവർ മാറ്റി കഴിഞ്ഞു. അപ്പൊ എന്തായിരിക്കും, വളരെ ഈസിയായി കാര്യങ്ങള്. അപ്പൊ അടുത്തത് പറയുന്നതായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അവർക്ക് അവൈലബിൾ ആണ് ഡാറ്റ. ആ ഡാറ്റ വെച്ചിട്ട് എന്തായിരിക്കും എന്തായിരിക്കും, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ വ്യക്തിയെ ട്രേസ് ചെയ്യാനോ ആ വ്യക്തിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ, വ്യക്തിഗത വിവരങ്ങൾ അറിയാൻ പെട്ടെന്ന് സാധിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷന് ഇന്നത്തെ പ്രാതിനിധ്യം ഇവിടെ ഉള്ളത്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, blockchain technology can improve the effectiveness of this process by verifying identities at any time they need the service rather than continuously being dependent on the third party service. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി can improve the effectiveness of this process by verifying identities at any time they need the service rather than continuously being dependent on the third party service. ഇവിടെ നമുക്ക് പറയുമ്പോൾ ഒരു മൂന്നാം കക്ഷി സേവനം തുടർച്ചയായി നമ്മളെ എല്ലാവരും ആശ്രയിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പറയത്തില്ലേ തേർഡ് പാർട്ടി സർവീസ്, അതാരാ, നമ്മളൊന്നും അറിയണോ, നമുക്ക് ഹെഡേക്ക് ഇല്ല, തലവേദനയില്ല, അത് തേർഡ് പാർട്ടിക്ക് കൊടുത്തിരിക്കുക, അവര് ചെയ്തോളും. മൂന്നാം കക്ഷി സേവനങ്ങളെ കുറിച്ച് തുടർച്ചയായി ആശ്രയിക്കുന്നതിന് പകരം അവർക്ക് സേവനമുള്ള ഏത് സമയത്തും ഈ ഐഡന്റിറ്റികൾ പരിശോധിച്ച് ഈ പ്രക്രിയ, ദാറ്റ് മീൻസ് ഈ പ്രോസസ് ഫലപ്രാപ്തി മെച്ചപ്പെടുത്താനും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യക്ക് കഴിയും. അതാണ് ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ എന്ത് പറയും, നമ്മളെ ക്രെഡിറ്റോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ലോണിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കറിയാം, അത് സാറിന് അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം വല്ല ഹൗസിംഗ് ലോണോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കും, അല്ലെ ഒരു വെഹിക്കിൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, ബാങ്കിൽ പോയി എല്ലാം കൊടുക്കുമ്പോൾ അതൊരു തേർഡ് പാർട്ടി ആയിരിക്കും. അവരായിരിക്കും എൻക്വയറി ഒക്കെ നടക്കുന്നത്. വീട്ടുപേര് യഥാർത്ഥ ആളാണോ, ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന ആളാണോ വെരിഫൈ ചെയ്യുന്നതും, അദ്ദേഹം ഏത് ഏരിയയിലാണ് ഏത് ലൊക്കാലിറ്റിയിലാണ് താമസിക്കുന്നത്, ഇയാൾ അപ്പൊ അയലോക്കത്ത് ചോദിക്കും ഈ വ്യക്തിയെ കുറിച്ച് എത്ര ആൾ നിങ്ങൾക്ക് പരിചയമുണ്ട്, ആളെങ്ങനെയാണ്, ജോലിക്ക് പോകുന്നുണ്ടോ, മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലുള്ള 2 പേരുടെ പേരോട് തരാൻ പറയും, അല്ലെ മറ്റേ അയൽവക്കത്തുള്ള തരാൻ പറയും. അതൊക്കെ അവർ ചെയ്യുന്ന എന്താണ്, അവരെടുക്കുന്ന പ്രോസസ്സൊക്കെ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തിരിക്കുകയാണ്. ബാങ്കിന് അല്ലെങ്കിൽ ഏത് അതോറിറ്റിയാണോ നമ്മള് ലോണിനെ സമീപിച്ചിരിക്കുന്നത് അവർക്ക് ഇതിന്റെ പുറകിലൊന്നും കൂടുതൽ നടക്കാൻ സമയമില്ല. ഈ പ്രോസസ്സൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി തേർഡ് പാർട്ടിയെ കൊടുത്തിരിക്കുകയാണ്.
അപ്പൊ തേർഡ് പാർട്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് ഈ പറഞ്ഞ ടെക്നോളജി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ഇവിടെ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ സേവനം ഇവിടെ ആവശ്യമില്ല. മൂന്നാം കക്ഷി സേവനങ്ങളെ തുടർച്ചയായി നാം ആശ്രയിക്കുന്നതിന് പകരം അവർക്ക് സേവനമുള്ള ആവശ്യമുള്ള അല്ല ഈ ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ല ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ, ഏത് സമയത്തും ഐഡന്റിറ്റികൾ പരിശോധിച്ച് ഈ പ്രക്രിയ ഇത് മെച്ചപ്പെടുത്താൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യക്ക് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞ ഐഡന്റിറ്റി ആൻഡ് ഓതറൈസേഷൻ വൺസ് ഇറ്റ് ഈസ് ഓവർ, അത് ഒരിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം, പിന്നെ ഇതിലേക്ക് ഈ വ്യക്തിയെക്കുറിച്ച് വ്യക്തിഗത വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരു തേർഡ് പാർട്ടി സേവനം ആവശ്യമില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ഈ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, അപ്പോൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ബാങ്കിലേക്ക് ലോൺ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു കാര്യം നമ്മൾ സമീപിക്കും എന്തായിരിക്കും, അവർ മറ്റു തേർഡ് പാർട്ടിക്ക് കൊടുത്ത് ഈ ഡോക്യുമെന്റേഷനും എൻക്വയറി എല്ലാം കഴിഞ്ഞെല്ലാം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സമയമെടുക്കും, ചിലപ്പോൾ ഒരു പക്ഷേ കറക്റ്റ് ആയിരിക്കുമോ, അത്ര ആക്യുറേറ്റ് ഇൻഫർമേഷൻ ഒരിക്കൽ അങ്ങോട്ട് പാസ് ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാർ തന്നെ അന്വേഷിച്ചിരിക്കും, പല കോളുകൾ വരും. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലുള്ള ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്, മൂന്നാം കക്ഷി സേവനങ്ങളെ തുടർച്ചയായി ആശ്രയിക്കുന്നതിന് പകരം അവർക്ക് സേവനം ആവശ്യമുള്ള ഏത് സമയത്തും ഈ ഐഡന്റിറ്റികൾ പരിശോധിച്ച് ഈ പ്രക്രിയയിലൂടെ അതിന്റെ ഫലപ്രാപ്തി മീൻസ് ഇഫക്റ്റീവ്നെസ്, അതായത് അതിന്റെ റിസൾട്ട് മെച്ചപ്പെടുത്താൻ ഇന്നത്തെ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യക്ക് കഴിയും എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്. അപ്പം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇവിടെ മോശമല്ല. ഇനിയുള്ള കാലങ്ങളിൽ ഇവിടെ വരുന്നത് നമ്മളുടെ പോലെ ഇപ്പൊ താമസിച്ച നമുക്കും അതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അതിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മൾ ആരെയും അടുക്ക പോയി ഒരു ഗസറ്റ് ഓഫീസറെ കൊണ്ട് നമ്മളുടെ സാക്ഷ്യപത്രം ഒന്നും അത് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അതൊക്കെ പഴയ കാലം. നാം ഇന്ന് ആധുനിക ലോകത്താണ് ജീവിക്കുന്നത്. നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യ അത് സ്വയം പണിയെടുത്ത് അതിന്റെ ആ പ്രോസസ്സ് അത് പൂർത്തീകരിക്കും. അതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, ഇത്ര വലിയ ടെക്നോളജി ഇതിനൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന സജീവ് സാറിന്റെ ഐഡന്റിറ്റി എന്താണ്, വിതിൻ സെക്കൻഡ് അല്ലെ വിതിൻ മിനിറ്റ്സിനുള്ളിൽ നടത്താൻ നമ്മൾക്ക് നമ്മുടെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിക്ക് കഴിയുമെന്ന് ഒരിക്കൽ കൂടി നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതിലേക്ക് ആ പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ പ്രോസസ്സാണ്. അതായത് ബ്ലോക്ക് ചെയിൻ പ്രോസസ്സില് ഒരിക്കൽ ഈ പ്രക്രിയ ഈ പ്രോസസ്സ് പൂർത്തീകരിച്ചാൽ അത് ഫാമിലി അതായിരിക്കും എത്ര കാലം വേണമെങ്കിലും അത് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതിനകത്ത് യാതൊരു ചേഞ്ചസും ഇല്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കൂടാതെ നമുക്ക് ഈ ടെക്നോളജി നമ്മൾ അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ഐഡന്റിഫിക്കേഷൻ ഓതറൈസേഷൻ വൺസ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ചില കാര്യങ്ങൾക്കെല്ലാം നിരവധി കാര്യങ്ങൾക്ക് നമുക്കത് ഇവിടെ വിജയമായി വരുന്നു. നമുക്ക് നോക്കാം. അതുപോലെ നമുക്കതായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം വന്നു, ഇപ്പൊ നമുക്കത് താമസിച്ചത് ഞങ്ങളുടെ ബാങ്കിന്റെ ശാഖകളില് അല്ലെങ്കിൽ നമുക്കൊരു വീട് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ബിസിനസ്സിനായിട്ട് അക്കൗണ്ടിലേക്ക് സജ്ജീകരിക്കാനോ ബിസിനസ്സിന് വേണ്ടി ഒരു അക്കൗണ്ട് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനാണെങ്കിലോ നമ്മൾ പദ്ധതി ഇടുകയാണെങ്കിൽ അതിനെന്തായിരിക്കും, അല്ലെങ്കിൽ സാറിന് എന്തായിരിക്കും ആദ്യം നമുക്ക് എന്താ വരുന്നത്, ഇമെയിൽ വഴി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു ലോഗിൻ ചെയ്തേക്കാം. ഇത് വരും. അതായത് യു ആർ പ്ലാനിങ് ടു ലീസ് എ ഹൗസ് ഓർ സെറ്റപ്പ് ആൻ അക്കൗണ്ട് ഫോർ യുവർ ബിസിനസ് അറ്റ് വൺ ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് യുവർ ബാങ്ക് ഷോർട്ട്ലി. അപ്പൊ നമ്മൾ ബാങ്കിനെ സമീപിക്കുകയാണ്, നമുക്കൊരു ബിസിനസ് തുടങ്ങണം, അല്ലെ നമ്മളൊരു റെന്റ് വീട് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും, ഫസ്റ്റ് നമുക്ക് എന്താ കിട്ടുന്നത്, നമ്മൾ ബാങ്കിൽ എല്ലാം സംസാരിച്ചു കഴിയുമ്പോൾ അവരെന്ത് പറയുന്നു, you may be log into your account via email. In that case, there is no excuse for believing this process will take longer than other methods, such as calling the branch directly. It can also help save money and as well. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ പ്രോസസ്സ് നമ്മളുടെ ഒരിക്കൽ ഈ ലോഗിൻ, അതായത് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഓതറൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചിന് തന്നെ നേരിട്ട് നമുക്കത് ഏർപ്പാട് ചെയ്യേണ്ട കാര്യം, അതായത് ഡയറക്റ്റ് അതിന്റെ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ സേവനം ഇവിടെ നമ്മൾ അപ്പാടെ ഒഴിവാക്കി മാറ്റി നിർത്തുന്നു. സോറി.
അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ചിന് എന്താണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് ആദ്യം എന്തായിരിക്കും, എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഇമെയിൽ വഴി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു ലോഗിൻ ചെയ്യാൻ, അല്ല ഫസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മെയിൽ അയക്കും, മെയിൽ വഴി നമ്മുടെ എന്തായിരിക്കും ലോഗിൻ ചെയ്യാനുള്ള ആ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രക്രിയ നമുക്ക് എന്തായിരിക്കും പെട്ടെന്ന് നമുക്ക് പണം ലഭിക്കാനുള്ള, കാരണം ആ കാലതാമസം ഒഴിവാക്കി പെട്ടെന്ന് നമ്മളുടെ കാര്യം ഇവിടെ സാധിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനി നോക്കിക്കോ, നാളെ നമ്മളിപ്പോൾ ഒരുപക്ഷെ നമ്മൾ വെരിഫൈ ഒക്കെ കഴിയുമ്പോൾ ഒരു കാര്യം ഇവിടെ ഒരിക്കൽ കൂടി പറയുന്നു, ഈ പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ സമൂഹത്തിലുള്ള നിലവിലുള്ള അവിടെ ഒരു സൗണ്ട് വരുന്നുണ്ട് സാറേ, ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്കെന്താണ് ഇന്ന് നാം എന്താണ് പല ബാങ്കിനെ സമീപിക്കുന്ന, പല കാര്യങ്ങൾക്ക് സമീപിക്കുമെങ്കിലും ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്ന തേർഡ് പാർട്ടി ഒക്കെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അതാ കാലതാമസം എടുക്കുന്നത്. അപ്പൊ അതൊക്കെ മാറ്റി വിതിൻ നമ്മൾ ഒരു വ്യക്തിയെ നമ്മുടെ ലോണിന് വേണ്ടിയിട്ടോ മറ്റൊരു കാര്യത്തിന് വേണ്ടിയോ നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പെട്ടെന്ന് തന്നെ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളിലേക്ക് കടക്കുന്നു, പെട്ടെന്ന് നമുക്ക് അതിന്റെ പണം ലഭിക്കുന്നു. കാരണം നമ്മളെ കുറിച്ച് ഒരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ ആ ഐഡന്റിറ്റി മാത്രമല്ല അതിന്റെ ഓതറൈസേഷനും, അതിന് എന്താണ് ഒരു അംഗീകാരം കൂടി ഈ പ്രോസസ് വഴി കിട്ടുമ്പോൾ പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാൻ സാധിക്കുന്നു. ഒട്ടും എന്താണ് സമയം നഷ്ടം ഇതിനകത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുമ്പോൾ ഇപ്പൊ അറിയാം, കാലക്രമേണ ഇനിയും പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ ബാങ്കില് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോസസ് ഒക്കെ ആരംഭിക്കും. ഒരുപക്ഷെ വെരിഫൈ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മള് ബാങ്കുകളും അല്ലെങ്കിൽ ബാങ്ക് തന്നെയല്ല പല നിരവധി ഈ കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ ഇത് എന്താണ് വളരെ ഫലപ്രദമായ രീതിയിൽ അവരിതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവരിതൊക്കെ വാങ്ങും. നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ മേഖലയിലൊക്കെ ഇത് ഭയങ്കര ഡിമാൻഡുള്ള ഒരു ആപ്ലിക്കേഷൻസ് തന്നെയാണ്. നമ്മുടെ നിസ്സാരം എന്ന് പറയുന്ന വെരിഫൈ അത് ഇറങ്ങി കഴിയുമ്പോൾ എന്തായിരിക്കും, ഫസ്റ്റിലെ നമ്മൾ ഫൗണ്ടറാണ്, നമ്മളെന്താണ് നമ്മൾക്കത് യൂസ് ചെയ്യാം ആസ് എ ഫൗണ്ടർ എന്ന നിലയിൽ, അല്ലെ നമ്മുടെ കമ്പനിയുടെ അഫിലിയേറ്റ് ആണെന്ന നിലയിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ മറ്റേ ഇതര സ്ഥാപനങ്ങളിലേക്ക് ഇതൊക്കെ വാങ്ങുമ്പോൾ എന്തായിരിക്കും, അത്രയും നല്ല ഡിമാൻഡുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇപ്പോൾ നിസ്സാരമായി കരുതിയിരിക്കുന്നത്. നമ്മൾ സാറിന് എന്താ വിചാരിക്കുന്നത്, വെരിഫൈ നമ്മുടെ മാർക്കറ്റ് പ്ലേസിലേക്ക് വരുമ്പോൾ നമ്മളെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ആ വെരിഫൈ കഴിഞ്ഞെങ്കിൽ നമ്മുടെ വാലറ്റിൽ വില വീഴത്തുള്ളൂ, നമുക്ക് ഫണ്ട് വരൂ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അതല്ല, ആ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് നമ്മുടെ ഇവിടുത്തെ റിയൽ കസ്റ്റമറിനെ കമ്പനിക്ക് കണ്ടെത്താൻ വേണ്ടി. കമ്പനി റിയൽ ആണ്, റിയൽ കസ്റ്റമറെ വേണം, റിയൽ അഫിലിയേറ്റ്സിനെ വേണം, റിയൽ യൂസറെ വേണം എന്ന് പറഞ്ഞ പോലെ ഈ റിയാലിറ്റിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഈ ആപ്ലിക്കേഷൻ നിരവധി മേഖലയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഡിമാൻഡ് നോക്കിയേ, നമ്മുടെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നോക്കിയേ, അത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ സെക്കൻഡ് ആയിട്ട് പറഞ്ഞത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ ആണ്. ഇനിയും നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകാൻ മറ്റൊരു വസ്തുതയുണ്ട്, മാനേജ് അസറ്റ്സ് അതിലും വരുന്നുണ്ട്. മാനേജ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അസറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആസ്തികള് അല്ലേ. അപ്പൊ നമുക്കുള്ള ആസ്തികളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയും ഇവിടെ ബ്ലോക്ക് ചെയിൻ പണിയെടുക്കുന്നുണ്ട്. ഇത് വലിയ സംഭവം തന്നെയാണല്ലോ. അപ്പോഴേ അവിടെയും വരുന്നുണ്ട് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു സപ്ലൈ ചെയിൻ, വിതരണ ശൃംഖല മേഖലയെ നിയന്ത്രിക്കാൻ നമ്മുടെ ബ്ലോക്ക് ചെയിന് കഴിയും. രണ്ടാമത് പറഞ്ഞത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ, ഒരു വ്യക്തിയെ തിരിച്ചറിയാനും ആ വ്യക്തിയെ അംഗീകരിക്കാനും ബ്ലോക്ക് ചെയിന് കഴിയും. ഇനി മൂന്നാമതായി പറയാൻ പോകുന്നത് മാനേജ് അസറ്റ്സ്. അസറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ആസ്തികൾ, നമ്മളുടെ ഓരോരുത്തരുടെയും ആസ്തിയെ കുറിച്ച്. ഇവിടെ സജീവ് സാർ ഹോസ്റ്റ് ആയിട്ടിരിക്കുന്നു, ഈ പ്രോസസ് വഴി സാറിന്റെ ആസ്തിയെ കുറിച്ച് കണ്ടെത്താൻ സാധിക്കുന്നു. നിസ്സാരമല്ല സംഭവം, മനസ്സിലായല്ലോ. അപ്പൊ ഓരോരുത്തരെ കുറിച്ചുള്ള ആസ്തികളെ കുറിച്ച് പണിയെടുക്കാൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇതാ തയ്യാറായിരിക്കുന്നു. അപ്പൊ ഇപ്പോഴും 6 മണി, ഇവിടെ ഇപ്പൊ 8:30 ഇപ്പൊ ഞാനത് അടുത്ത ദിവസം എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അതെടുക്കണേ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതോടൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് വേറെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അത്ര മോശക്കാരനല്ല. വളരെ ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലെ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പൊ ആ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡാറ്റ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും റെഡി റെഫറൻസിനായി എപ്പോഴാവശ്യമുണ്ടെങ്കിലും പറഞ്ഞല്ലോ. ഒരിക്കലും ഈ പ്രോസസ്സ് വഴി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സേവ് ആയിട്ട് വെക്കുകയാണ്. അത് ഏത് സമയം വരെയും അത് സേഫ് കസ്റ്റഡിയിലെ ആ ഡാറ്റ അവിടെ നഷ്ടപ്പെടുന്നില്ല.
അല്ല ഇത് കഴിഞ്ഞു പോയി, അത് ഇത് കഴിഞ്ഞു പോയി, അത് ഡിലീറ്റ് ആയി പോയി, ഒന്നുമില്ല. അത് ആ ഡാറ്റ, ഈ പ്രോസസ് തന്നെ ഉദ്ദേശിക്കുന്നതാണ് ഇതിലേക്ക് വരുന്ന ആ ഡാറ്റ മൊത്തം എന്താണ്, അത് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അത് പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഇത് നഷ്ടമാകുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇവിടുത്തെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഏത് രീതിയിൽ ഇവിടെ പണിയെടുക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിൽ ഇന്റർഫിയർ ചെയ്യുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ മാനേജ് അസറ്റ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം എടുക്കാം, കാരണം അത് കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ തന്നെ സാറിന് രീതിയിൽ നമ്മളിപ്പം സമയം ചുരുക്കിയത് കൊണ്ട് നമുക്കത് ഇന്ന് എടുക്കാൻ. സാർ അടുത്ത ദിവസം എടുത്താൽ പോരെ? സാർ എന്ത് പറയുന്നു? ഞാൻ എടുക്കാൻ തയ്യാറാ, പക്ഷേ ഇപ്പം 8:30 ആയില്ലേ സമയം. ഇനിയിപ്പം പ്രയറിനൊക്കെ പോകേണ്ടവരുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ ഒഴിവാക്കിയിട്ട് എടുക്കണ്ട, ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്കിപ്പോൾ തെറിയൊന്നുമില്ലല്ലോ, നമുക്ക് ഡെയിലി ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ. നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പൊ അടുത്ത ദിവസം വരാൻ പോകുന്നത് ഇതിലും വലിയായിട്ടുള്ള പങ്കാണ് വരാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും, ഈ ടെക്നോളജിയുടെ ഒരു ഇമ്പാക്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇല്ലേ? എയും ബ്ലോക്ക് ചെയിനും മെഷീൻ ലേണിങ്ങും ഒന്നും അത്ര നിസ്സാരക്കാരനല്ല. ഇങ്ങനെയുള്ള നല്ല ടെക്നോളജി, ടോപ്പ് ലെവലുള്ള ടെക്നോളജി ആയിട്ടാണ് നമ്മുടെ CEO ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അല്ലെ, അദ്ദേഹം നമ്മളെ ഓരോരുത്തരെയും അദ്ദേഹം എന്താണ് ഈ സംരംഭത്തിലേക്ക്, അതായത് ഓൺ പാസീവിലേക്ക് നമ്മളെയൊക്കെ എത്തിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? സംഭവം ഇതിനകത്ത് നിസ്സാരമൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ നമ്മളെ പറഞ്ഞിരുന്നത് എന്തോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു എന്നതല്ല കാര്യം. ഇത്ര വിലപ്പെട്ട, ഇത്ര എന്താ പറഞ്ഞിരിക്കുന്നത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ്. വളരെ, കാരണം ഇന്നത്തെ ആധുനിക ലോകത്തേക്ക് കൈവരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ആരും നിസ്സാരക്കാരനല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇതില് കിട്ടുന്ന എന്തായാലും ആവശ്യത്തിന് ഇതിനകത്ത് എന്താ പറയുന്നത്, നമുക്കൊക്കെ എന്താണ് സന്തോഷിക്കാൻ നിരവധി വളരെ വലിയ ഒരു മേഖല തന്നെയാണിത്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. ഓവർ ടു സജീവ് സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വിജയൻ സാർ. താങ്ക് യു വിജയൻ സാർ. സാറിനെ എല്ലാ ദിവസവും ഞാൻ പറയണത് പോലെ ഇന്നും സാറിന്റെ എഫേർട്സിനും സാറിന്റെ ടൈമിനും സാറിന്റെ എല്ലാ സ്ട്രെയിനും സ്ട്രെസ്സിനും എല്ലാം നന്ദി. ഒരിക്കൽ കൂടെ നന്ദി സാർ. സാറിന് മാത്രമല്ല, നമ്മുടെ സാറിന്റെ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ സംസാരിച്ചപ്പോൾ നമ്മുടെ ജോസഫ് ഡിസൂസ സാർ പറഞ്ഞല്ലോ, അദ്ദേഹം മെഡിക്കൽ ലൈനിൽ വർക്ക് ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. സാർ സംസാരിക്കാറുണ്ട് എപ്പോഴും. അപ്പൊ ഇവിടേക്ക് അതുപോലെ തന്നെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഹെൽത്തിലേക്കും, അതും തുടർന്ന് വരുന്നുണ്ട്. അതായത് ഹെൽത്ത് കെയറിലേക്ക് വലിയ റോളുണ്ട് നമ്മുടെ ബ്ലോക്ക് ചെയിന്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാവും, ഒരു സംശയവും ഇല്ല. നമ്മൾ അത്ര വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു പോകുന്നത്, നമ്മളുടെ ഭാഷയിൽ നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും നമ്മൾ വൈകിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്, ഇവിടെ ടെക്നോളജി മാത്രമേ ഉള്ളൂ. അതായത് സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കംപ്ലീറ്റ് നമുക്ക് പറയാൻ അറിയില്ലെങ്കിലും ഒരു വിധം നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ കൊണ്ടുപോകാൻ സാധിക്കും. ഈ ടെക്നോളജി എന്ന് അറിയുന്നത് നല്ലതാണ്. കാരണം ഇതൊന്നും പലരും മനസ്സിലാക്കിയിട്ടില്ല. എന്തിന്റെ പുറത്താണ് ഇരിക്കുന്നത്, എന്താണ് ഈ ഓൺ പാസീവ്, എന്ത് സിസ്റ്റമാണ്, എന്തായിട്ട് നാം മുന്നോട്ട് പോകുന്നത്. എല്ലാവരും വിചാരിച്ചു ഒരു ഓ കണക്ട് ആണല്ലോ, അല്ലെങ്കിൽ ഒരു ഓ ട്രിം ആണല്ലോ. ഒന്നും അല്ല. ഇതെല്ലാം കൂടെ അങ്ങോട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഊഹിക്കാൻ പോലും പറ്റില്ല. നിസ്സാര ഒരു ഓ കണക്ട് പുതിയ വെർഷൻ കൊണ്ട് വന്നപ്പോൾ തന്നെ ഇന്നലത്തെ 360 തന്നെ എന്തെല്ലാം ആൾക്കാർ ഏതെല്ലാം രീതിയിലുള്ള അവരുടെ ആഹ്ലാദമായിരുന്നു, സന്തോഷമായിരുന്നു. ശരി, നമ്മളൊക്കെ ഇപ്പം വളരെ ഇത്ര സമയം എടുത്തുകൊണ്ട് നമ്മളൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു വല്ലാത്ത പ്രതിസന്ധി നിൽക്കുകയാണ്. എങ്കിൽ പോലും ഈ എല്ലാ നമ്മളുടെ പ്രതിസന്ധിയും തടം ചെയ്യാൻ വേണ്ടി ഈ ഒറ്റ സാങ്കേതിക വിദ്യ ഇവിടെ മതി. അത് നിങ്ങൾ അംഗീകരിക്കൂ, നിങ്ങൾ മീറ്റിങ്ങിൽ കയറൂ, കാര്യങ്ങൾ പഠിക്കൂ, ഇത് ഉപയോഗിക്കൂ. കാരണം നമ്മളുടെ എന്താ പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ കമ്പനി നമ്മൾ തിരിഞ്ഞു നോക്കില്ല, പിന്നെ ആരാ നോക്കുന്നത്? അതാണ് കാര്യം. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഇനി ഫ്യൂച്ചറിൽ, ഇനി ഭാവിയിൽ ഇത് തന്നെയാണ്, ഈ ബ്ലോക്ക് ചെയിനൊക്കെയാണ് മെയിൻ റോള്.
കാരണം ടെക്നോളജി Yes. മാറുകയാണല്ലോ, എല്ലാത്തിനും ടെക്നോളജി മാറുക. സിമ്പിൾ സാറിന് അറിയാമല്ലോ, കാരണം ഞാൻ പറയും ബാങ്കിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് നമ്മളൊക്കെ എന്താ സാറേ ഇതില് മറ്റുള്ള ആൾക്കാർ നമ്മൾ വിചാരിക്കും ബാങ്കിൽ നിന്നാണ് വരുന്നത്, ബാങ്കിൽ നിന്നല്ല വരുന്നത്, അത് പല ഏജൻസി ഏൽപ്പിച്ചിട്ട് തേർഡ് പാർട്ടിക്ക് കൊടുക്കും, അവരാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈവൻ എനിക്കൊന്ന് റിക്കവറി പോലും തേർഡ് പാർട്ടിയാന്ന് തോന്നുന്നു, വിത്ത് ഗവൺമെന്റ് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, റിക്കവറി അറിയത്തില്ല. ലോണിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പലരും വിളിക്കുന്നത്, കാരണം അത് അന്വേഷിച്ചോടെ വന്നോളൂ, നിങ്ങൾ പോയിക്കോളാൻ പറയും. വന്നു കഴിയുമ്പോഴത്തേക്ക് വിളി ഓരോരുത്തരും വരും, ഓരോ രീതിയിലും വന്ന് എന്താ ഒരു പക്ഷേ പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, മറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് എടുക്കുന്ന പോലെയാണ് ഇവരൊക്കെ വന്ന് ഓരോ റിപ്പോർട്ട് എടുക്കുന്നത്. അത് തേർഡ് പാർട്ടി, അവരവരുടെ ജോലി ചെയ്യുന്നു. പക്ഷെ ഈ ഒരു ടെക്നോളജിയിൽ കൂടി ഈ ബാങ്ക് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല, വിളികളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൊടുത്തു, ജസ്റ്റ് നമ്മളെവരെ ഐഡന്റിഫൈ ചെയ്തു, ഓക്കെ നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആയിരിക്കുന്നു, അറ്റ് ദ സെയിം ടൈമിൽ തന്നെ വൺസ് യു വിസിറ്റഡ് ദ ബ്രാഞ്ച് ദ സെയിം ടൈം യു വിൽ ഗെറ്റ് ഇറ്റ്. അതാണ് മണി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് അല്ല നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ അന്വേഷിക്കട്ടെ, നിങ്ങളുടെ ഫയൽ വന്നില്ല, അവർ ഡീറ്റെയിൽ തന്നില്ല, ഒന്നും ഒരു പ്രശ്നമില്ല. ഇതാണ് കാര്യം. ഔട്ട്സോഴ്സിംഗ് ആണ്, അത് തന്നെ. ഈ ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്, ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി തന്നെയല്ല സാറേ, അതല്ലേ? അതെ അതെ. ഇപ്പൊ അങ്ങനെയുള്ള റോളിലേക്കൊക്കെ വരുന്നത് റിട്ടയർഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ആൾക്കാരൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ LIC അല്ലെ ഇൻഷുറൻസിന്റെ കാര്യങ്ങളാണെങ്കിലും അതിന്റെ തലപ്പത്തിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി നിൽക്കുക, ആക്സിഡന്റ് ഉണ്ടായി ഇൻ കേസ് എന്തെങ്കിലും കാര്യമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുക. ഇപ്പൊ ഇൻഷുറൻസിന്റെ തലപ്പത്ത് ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾക്കൊക്കെ ഇരിക്കുന്നത് പോലീസ് റിട്ടയർഡ് ആൾക്കാരാണ്. എന്നിട്ട് അവരത് എങ്ങനെയാണ് എത്രത്തോളം ഇങ്ങനെ അരിച്ചു പെറുക്കി വീണ്ടും അങ്ങോട്ട് എത്രത്തോളം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ പറ്റുമോ, അന്വേഷിച്ചിട്ടേ ഉള്ളൂ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഇനി അതൊക്കെ